ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കിത് ഇഷ്ടമല്ല. ഇത് മൊത്തം മുള്ളാണ്. ഇത് കഴിക്കാനും പാടപ്പോത്തില്ല. എന്നാൽ ആരോഗ്യത്തിൽ ഒന്നാമൻ, ഗുഡ് കൊളസ്ട്രോളിൽ ഒന്നാമൻ. നിങ്ങൾക്ക് ആരെന്ന് മനസ്സിലാക്കണമല്ലോ, നമ്മുടെ മത്തിക്കുട്ടനാണ് ഫ്രണ്ട്സ്. മത്തിക്കുട്ടനെ എന്താണെന്ന് പറയും? സാർഡെയിൻ എന്ന മത്തിക്കുട്ടനെ വെച്ച റെസിപ്പി ആയാലോ. അതിനു മുമ്പേ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ അടുത്തുള്ള ബെല്ലൈക്കോൺ ഞെക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഞങ്ങൾക്ക് ആ സമയം കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയറൂടെ ചെയ്തേക്കുമോ. പിന്നെ കമൻറ്റ് ബോക്സ് മറക്കല്ലേ. നിങ്ങൾക്ക് വീഡിയോ എങ്ങനെയുണ്ട്, ഈ റെസിപ്പി നിങ്ങളുടെ നാട്ടിലേക്ക് എന്തുവാണ് പറയുന്നത്, അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. എന്നാൽ വീഡിയോട്ട് പോയാലോ. അങ്ങനെ ഞാൻ ഇവിടെ 1 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള തേങ്ങ, അപ്പോൾ ഒരു അരമുറി തേങ്ങ, കുറച്ച് കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇല്ലെങ്കിൽ കാന്താരി എടുത്താലും മതി, അതാണ് സൂപ്പറാണ് ഈ ഡിഷിന്. അപ്പോൾ ഞാൻ മത്തി നല്ലപോലെ കഴുകി വൃത്തിയാക്കി പുളിവെള്ളത്തിലൊക്കെ കഴുകിയിട്ട് പിന്നെ വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി തന്നെ ചെയ്യണേ, അതാണ് ഏറ്റവും രുചി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒത്തിരി അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ചതച്ച ശേഷം തേങ്ങയുടെ അതേ സെയിം ജാറിലൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അത് ചതയ്ക്കുക എന്ന് പറയും, അങ്ങ് ഒതുക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നമുക്ക് ഇത് ചെയ്ത ശേഷം കണ്ടില്ലേ, തേങ്ങ ഒത്തിരി അരയാൻ പാടില്ല, ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് ഇതെല്ലാം നമുക്ക് മീനിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചിയും കൊച്ചുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചില്ലേ, അത് ആദ്യം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേങ്ങയുടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആയാലും മതി ചേർക്കുക. പിന്നെ അതിനാവശ്യത്തിന് ഉപ്പ്, ഞാൻ ഇവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. അത് എത്ര മീനുണ്ടോ അതനുസരിച്ച് ചേർക്കുക. ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് പുളി നമുക്ക് ഇതിനകത്ത് തോട്ടുപുളി അല്ലെങ്കിൽ കുടംപുളിയാണ് നമ്മളിവിടെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരുന്ന പുളി കുറച്ച് പഴയ പുളിയാണ്. ഞാൻ കുറച്ച് വെള്ളത്തിനകത്തൊക്കെ കുതിർത്താണ്. ഇച്ചിരി പഴയ പുളിയായതുകൊണ്ട് ഒരു 3-4 കഷ്ണമൊക്കെ മതി. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പുളി അനുസരിച്ച് അതിന് മാറ്റം വരും. അപ്പോൾ 3-4 കഷ്ണം പുളി നല്ലപോലെ പിച്ച് ചീന്തി അതിനകത്തോട്ട് ഇടണം. എന്നിട്ട് ആ മിക്സി ജാറിന് അരച്ചില്ലേ, അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിനകത്തോട്ടങ്ങ് കലക്കി ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഓൾറെഡി മീനിനകത്ത് വെള്ളം ഉണ്ടല്ലോ, അത് ഇറങ്ങും. കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നല്ലപോലെ തല്ലിപ്പൊത്തി വെക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തല്ലിപ്പൊത്തി വെച്ച് കുറച്ച് കരിവേപ്പിലയുടെ അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി അടപ്പയിലോട്ട് വയ്ക്കാം. ഈ നല്ല തീ തന്നെ വെച്ച് നമുക്ക് ചെയ്യാം. 2-3 മിനിറ്റ് കൊണ്ട് മത്തി പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്താ പറഞ്ഞാൽ തേങ്ങയും പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പോയി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല തീ തന്നെ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്തൊന്നും അടി പിടിക്കാതെ നമുക്ക് നന്നായിട്ടിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ മീൻ വന്നിട്ടുണ്ട്. 2 മിനിറ്റ് മതി, മത്തിയും അതിലേക്ക് 2-3 മിനിറ്റ് കൊണ്ട് വെന്ത് വരും. ഇനി നമുക്ക് ആ തേങ്ങയ്ക്കകത്ത് വെള്ളമൊക്കെ മാറാൻ വേണ്ടി ഒന്ന് തുറന്ന് വെച്ച് തിളപ്പിച്ചാൽ മതി. പിന്നെ അതിനാവശ്യമായ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി മീൻ പറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൂടെ രേഖപ്പെടുത്തണേ. ഓക്കെ, താങ്ക് യു.